ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പറമ്പിൽ എന്തെല്ലാം കാട്ടുചെടികളും സസ്യങ്ങളും പുല്ലുകളും ഒക്കെ ഉണ്ടാകും. ഇതിലേതെങ്കിലും കാട്ടുചെടിയെയോ പുല്ലിനെയോ അല്ലെങ്കിൽ സസ്യത്തെയോ ഒക്കെ നിങ്ങൾ സ്പർശിക്കാറുണ്ടോ? തൊട്ടു നോക്കാറുണ്ടോ? ഒരിക്കലുമില്ലല്ലോ. എന്നാൽ നിങ്ങളൊരു തൊട്ടാവാടിയെ കണ്ടാലോ നിങ്ങൾ വെറുതെ ഇരിക്കുമോ? നിങ്ങൾക്ക് ഒന്ന് തൊട്ടു നോക്കണം, ഒന്ന് സ്പർശിക്കണം. എന്തിനാണ് ഇങ്ങനെ തൊട്ടു നോക്കുന്നത്? തൊട്ടാവാടിയോടുള്ള ഭയങ്കരമായ ഇഷ്ടം കൊണ്ടാണോ? അല്ലെങ്കിൽ തൊട്ടാവാടി വളരെ ഭംഗിയുള്ള ഒരു ചെടി ആയതുകൊണ്ടാണോ? അതിന് പൂക്കൾ വളരെ ആകർഷകമായതുകൊണ്ടാണോ? ഒന്നുമല്ല. തൊട്ടാവാടിയുടെ ഇലകൾ കൂമ്പുന്നത് കാണാൻ വേണ്ടിയാണ് നിങ്ങൾ അതിനെ തൊടുന്നത്. അത് കൂമ്പുന്നത് കാണുമ്പോൾ നിങ്ങൾക്കൊരു രസം നിങ്ങൾക്കുണ്ടാകുന്നു. ഇനി തൊട്ടാവാടിയുടെ ഇലകൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, ജനിതകമോ അല്ലെങ്കിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടോ തൊട്ടാവാടിയുടെ ഇലകൾ സ്പർശിക്കുന്നു, അത് കൂമ്പുന്നില്ല. തൊട്ടു നോക്കുന്നു, ഒരു മാറ്റവുമില്ല. തൊട്ടാവാടി അങ്ങനെ തന്നെ നിൽക്കുന്നു, വാടാതെ കൂമ്പാതെ. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ തൊട്ടാവാടി തൊടാൻ പോകുമോ? നിങ്ങൾ അതിനെ സ്പർശിക്കാൻ പോകുമോ? നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല. കാരണം തൊട്ടാവാടിയുടെ രസം എന്ന് പറയുന്നത് ആ ഇലകൾ കൂമ്പുന്നതാണ്. അപ്പോ അത് ഇലകൾ കൂമ്പുന്നില്ലെങ്കിൽ പിന്നെ എന്ത് രസം? പിന്നെ എന്തിനു വേണ്ടിയാണ് തൊട്ടാവാടിയെ തൊടുന്നത്, സ്പർശിക്കുന്നത്? ജീവിതത്തില് നിങ്ങൾ ഏത് സ്വഭാവമാണ് കാണിക്കുന്നത്? തൊട്ടാവാടിയുടെ സ്വഭാവമാണോ, അതോ മറ്റു ചെടികളെ പോലെയാണോ? പലപ്പോഴും തൊട്ടാവാടിയുടെ സ്വഭാവം അല്ലേ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങളെ ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞു, നിങ്ങളെ ആരെങ്കിലും ഒന്ന് ശകാരിച്ചു, അല്ലെങ്കിൽ പരിഹസിച്ചു, കളിയാക്കി, അപ്പോഴേക്കും നിങ്ങൾ കൂമ്പിപ്പോവുകയല്ലേ? നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങൾ എന്ന് പറയുന്ന ആ സ്വത്വം, അതൊക്കെ കൂമ്പിപ്പോകുകയല്ലേ നിമിഷ നേരം കൊണ്ട്? നിങ്ങൾ ആകെ ഡൗൺ ആയിപ്പോയി ഇല്ലേ? അപ്പോ എന്തിനാണ് മനുഷ്യർ നിങ്ങളെ ഈ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും ശകാരിക്കുന്നതും ഒക്കെ? എന്തിനാ? നിങ്ങളിങ്ങനെ കൂമ്പിപ്പോകുന്നത് കാണാനാണ്, നിങ്ങളിങ്ങനെ വാടിപ്പോകുന്നത് കാണാനാണ്. അതല്ലാതെ നിങ്ങളോടുള്ള വലിയ താല്പര്യം കൊണ്ടോ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനൊന്നും അല്ല. നിങ്ങൾ കൂമ്പുന്നത് കാണണം, അത് കാണുമ്പോൾ അവർക്കൊരു രസം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇനി തൊട്ടാവാടി ആകണമോ? നിങ്ങളെ അവർ കളിയാക്കുകയും ശാസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, പരിഹസിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ തീരെ കൂമ്പുന്നില്ല, നിങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നു, നിങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എങ്കിൽ പിന്നെ അവർ നിങ്ങളെ കളിയാക്കില്ല, നിങ്ങളെ പരിഹസിക്കില്ല. കാരണം അവരുടെ ആ ഒരു താല്പര്യം, നിങ്ങൾ കൂമ്പുന്നത് അല്ലെങ്കിൽ വാടുന്നത് കാണുമ്പോഴുള്ള ആ രസം നഷ്ടപ്പെട്ടു പോയി. പിന്നെ എന്തിനാ നിങ്ങളെ പരിഹസിക്കുന്നത്? നിങ്ങൾ എന്തിനാ കളിയാക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ഇനി ആരെങ്കിലും നിങ്ങളെ പരിഹസിക്കുമ്പോഴോ അല്ലെങ്കിൽ ശാസിക്കുമ്പോഴോ അല്ലെങ്കിൽ കളിയാക്കുമ്പോഴോ ഒക്കെ അവരോട് പറയുക, ഞാൻ ആ പഴയ രീതിയിലുള്ള തൊട്ടാവാടി അല്ല. നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. നിങ്ങൾ പരിഹസിച്ചാലും കളിയാക്കിയാലും അത് എന്നെ സ്പർശിക്കില്ല. അങ്ങനെയുള്ള ഞാനൊക്കെ മാറിപ്പോയി, അത് പഴയ ഞാനാണ്. ഇപ്പോഴത്തെ ഞാനെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങൾ വെറുതെ തോറ്റ് പിൻവാങ്ങാം എന്നുള്ളതല്ലാതെ നിങ്ങൾ ഈ ചെയ്യുന്ന കളിയാക്കൽ കൊണ്ടും അല്ലെങ്കിൽ പരിഹാസം കൊണ്ടും നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇതങ്ങോട്ട് അവരുടെ മുഖത്ത് നോക്കി ഒന്ന് പറഞ്ഞു നോക്കുക. പിന്നീട് അവര് നിങ്ങളെ ഈ പരിഹസിക്കുന്നതും കളിയാക്കലും നിർത്തും. കാരണം കൂമ്പുന്ന ഇലകളില് അല്ലെങ്കിൽ വാടുന്ന ഇലകളിലാണ് മനുഷ്യർക്ക് തൊടാൻ രസം. അപ്പോ കൂമ്പുന്നില്ല, വാടുന്നില്ലെങ്കിൽ പിന്നെ തൊടുന്നില്ല, കാരണം രസമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.